ശരി, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇവിടെ ജ്യോതി തുടങ്ങി വെച്ചപ്പോൾ ഉദ്ധരിച്ച പാർട്ടി രേഖയുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ബാധകമാകാതിരിക്കുന്നത്? ഈ വിപ്ലവ തിരുവാതിരയൊക്കെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചതാണ്. പക്ഷേ ഈ കോവിഡ് നിയമലംഘനവുമായി ബന്ധപ്പെട്ടൊരു കേസ് പേരിനെടുത്തല്ലാതെ അതിൻ്റെ മേൽ തുടർ നടപടികൾ ഉണ്ടായില്ല, പാർട്ടി തലത്തിലുള്ള അന്വേഷണവും ഉണ്ടായില്ല. ഇപ്പോൾ പി ജി ആർമിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു 3 അംഗ കമ്മീഷനെങ്കിലും വെച്ചു. പിന്നീട് വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പി ജി അതിൽ പങ്കാളിയായിട്ടില്ല എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പി ജി ആർമിയുടെ സ്വഭാവത്തെ മാറ്റുക എന്ന നടപടികൾ ഉണ്ടാകുന്നത് നാം കണ്ടതാണ്. അപ്പോൾ പക്ഷപാതപരമായ നീക്കങ്ങൾ മാത്രം ഇത്തരം കാര്യങ്ങൾക്കുണ്ടാകുന്നു എന്ന വിമർശനത്തിന് ഇത് വഴിവെക്കുന്നതിൻ്റെ ഉത്തരം ആര് നൽകും? വേണു, സ്വന്തം കർമ്മമണ്ഡലത്തിൽ സത്യസന്ധവും സുതാര്യവുമായി വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തികളെ അങ്ങനെ സൂര്യശോഭയോടുകൂടി സമൂഹം അംഗീകരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം കാലങ്ങളായി വേട്ടയാടപ്പെടുകയും നിരന്തരം വിമർശന വിധേയനാക്കപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ജനകീയ സ്വീകാര്യതയെ അസൂയാലുക്കളും വിറളി പൂണ്ടിട്ടുള്ള ആളുകൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് കേരളീയ പൊതുസമൂഹത്തിനും ഇന്ത്യ ഒട്ടാകെയും ഒരു വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വസ്തുത തന്നെയാണ് ഇത്തരം വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വൃഥാവിലായിട്ടുള്ള വേല മാത്രമായിരിക്കും എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. 2, നമുക്ക് ലോക ചരിത്രത്തിലെ വിവിധ വ്യക്തികളെ എടുത്തു പരിശോധിച്ചാൽ ആ ലോക വ്യക്തികളൊക്കെ തന്നെ തൻ്റെ വ്യക്തിമുദ്ര സമൂഹത്തിൽ പതിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സൂര്യ തേജസ്സോടുകൂടി മൺമറഞ്ഞു പോയിട്ടും ഇന്നും നിലനിൽക്കുന്നു. മാർക്സിനെ തന്നെ ഒരു ഉദാഹരണമായി എടുക്കാം. മാർക്സ് എന്തുകൊണ്ട് ലോകത്താകമാനം ഒരു തത്വശാസ്ത്രത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ആരാധിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ പരിശോധനാ വിഷയം തന്നെയാണ്. ലെനിൻ്റെ കാര്യമെടുത്താൽ അദ്ദേഹത്തിൻ്റെ സംഘടനാ തത്വം കൊണ്ട് ലോകമാകമാനം സ്വീകാര്യമായ വ്യക്തിയാണ്. എംഗൽസ്, അതുപോലെ തന്നെ മാവോ, ലോകത്താകമാനം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ചരിത്രമുള്ളപ്പോൾ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിജി തുടങ്ങി സഖാവ് ഇ എം എസിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഇത്ര വിമർശന വിധേയനായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ സഖാവ് ഇ എം എസിന് ലഭിച്ച ജനസ്വീകാര്യത, അത് ആ ജനസ്വീകാര്യതയും പാർട്ടിയിൽ അപ്രമാദിത്വം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവസാന വാക്ക് സഖാവ് ഇ എം എസിൻ്റെതായിരുന്നു. സഖാവ് എ കെ ജിക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സ്വീകാര്യതയില്ലേ, ആ സ്വീകാര്യതയ്ക്ക് ശേഷം എ കെ ജി നിങ്ങൾ മാധ്യമങ്ങളടക്കം അന്നത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ വിമർശകരും വിമർശിച്ചിട്ടില്ലേ? ആ വിമർശനങ്ങൾ അദ്ദേഹത്തെ വ്യക്തിപൂജ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ വിമർശിച്ചവരല്ലേ അന്നത്തെ കാലത്ത്? സഖാവ് ഇ കെ നയനാറിൻ്റെ കാലം വരുന്നു. സഖാവ് ഇ കെ നയനാർ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു പാർട്ടിക്കുള്ളിലും പുറത്തും. അതുപോലെ സഖാവ് വി എസ് അച്യുതാനന്ദൻ പാഠമാകേണ്ട വിഷയമാണ്. സഖാവ് വി എസ് അച്യുതാനന്ദനെ പോലെ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെയും അദ്ദേഹത്തിൻ്റെ ഭാഷാപ്രയോഗങ്ങളെയും ശൈലിയെയും പോലും വിമർശിച്ചിരുന്ന മാധ്യമങ്ങൾ വലിയ തോതിൽ അദ്ദേഹത്തെ സ്വീകാര്യതയോടുകൂടി അദ്ദേഹത്തെ ഏറ്റെടുത്തത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടം മുതലാണ്. അദ്ദേഹത്തെ പോലെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു നേതാവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അത് കഴിഞ്ഞ് സഖാവ് പിണറായി വിജയൻ വരുന്നു. സഖാവ് പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റുകൾക്ക് അദ്ദേഹത്തെ അങ്ങനെ വ്യക്തിപ്രഭാവത്തോടു കൂടി ആരാധിച്ചുകൂടാ എന്ന് നിങ്ങൾ പറയുന്നത്? കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി 2ാം തവണയും ഇടതുപക്ഷത്തെ അധികാരത്തിലെത്തിക്കുന്നതിന് നേതൃത്വം നൽകിയ നെഞ്ചുവിരിപ്പും അതുപോലെ നട്ടലുറപ്പുമുള്ള ഒരു നേതാവാണ് സഖാവ് പിണറായി വിജയൻ. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ വാഴ്ത്തുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സൂര്യ തേജസ്സിൽ അസൂയാലുക്കളും ഭയം പൂണ്ടവരുമാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറയുന്ന വാഴ്ത്തുപാട്ടുകൾ കേട്ട് സുഖിക്കുന്ന ആളൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതുമാണ്. അങ്ങനെ വാഴ്ത്തുപാട്ട് കേട്ട് സുഖിക്കുന്ന വ്യക്തിയായിരുന്നു എങ്കിൽ അങ്ങനെ അദ്ദേഹം ഇതൊന്നും ചെവി കൊടുക്കാറ് പോലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ചെവി കൊടുക്കാത്ത മനുഷ്യനെയാണ് നിങ്ങളിങ്ങനെ പച്ചയായി പൊതുമധ്യത്തിൽ ഇങ്ങനെ വെട്ടിക്കീറുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ഈയാമ്പാറ്റകളായി ആ സൂര്യൻ്റെ അടുത്തേക്ക് പോലും നിങ്ങൾക്ക് എത്താൻ കഴിയാതെ ഈയാമ്പാറ്റകളായി മരിച്ചു വീഴും എന്നുള്ളതാണ് ഞാൻ വിമർശകർക്ക് പറയാനുള്ള മറുപടി. ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന കേരളത്തിലെ ജനങ്ങളുണ്ടെന്നേ, അതുതന്നെയാണ് അദ്ദേഹത്തിനുള്ള സ്വീകാര്യത. 36 ദിവസം കേരളത്തിൻ്റെ 140 മണ്ഡലങ്ങളിൽ എനിക്ക് സീറ്റൊന്നും വേണ്ടതേ. 36 ദിവസം 140 മണ്ഡലങ്ങളിൽ
140 മണ്ഡലങ്ങളിൽ ഉറക്കവും ഊണും കളഞ്ഞ് അദ്ദേഹം സഞ്ചരിച്ചിട്ട് ആ സ്വീകാര്യതയിൽ വിറളി പൂണ്ടവരാണ് ഇപ്പോൾ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കേസ് 3 കൊല്ലം കഴിഞ്ഞ് പോയതല്ലേ, വീണ്ടും അത് RSSനെയും BJPയെയും പോലുള്ള ആളുകളെ കൊണ്ട് ഉദ്ധരിപ്പിക്കുകയും അത് ഏറ്റുപിടിച്ച് കേരളത്തിലെ പ്രതിപക്ഷം ഇങ്ങനെ അറഞ്ഞു തുള്ളുകയാണല്ലോ. അപ്പോൾ അത്തരം നടപടികളെ ഒക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നതിന് കേരളത്തിലെ ജനങ്ങൾക്കാവില്ലെന്നേ. കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി വിജയനെ അറിയാം. 6 പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതത്തിനുടമയാണ്, സുതാര്യമായ പൊതുജീവിതം. അദ്ദേഹത്തിൻ്റെ കൈകൾ കഴുക്കു പറ്റിയിട്ടില്ലെന്നേ. ആ ചങ്കുറപ്പാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്ന CPM പ്രവർത്തകരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് നൽകുന്ന ആത്മവിശ്വാസം. വേണം. ശരി, ഞാൻ ആദ്യ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.